വി എസിനെ ഒരു നോക്ക് കാണാൻ ആളുകളുടെ പ്രവാഹം തുടരുകയാണ്. വി എസിനെ പറ്റി ഓരോ മലയാളിക്കും എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും. അത് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്നും എത്തിയ CPM-ന്റെ പ്രവർത്തകർ നമ്മോടൊപ്പമുണ്ട്. വനിതാ നേതാവായിട്ടുള്ള കോമളം അനിരുദ്ധൻ. വി എസുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത്? രാഷ്ട്രീയമായി അടുത്ത ബന്ധം. ആലപ്പുഴ ജില്ലയായിരുന്നു. എൻ്റെ അമ്മ ആലപ്പുഴ ജില്ലക്കാരി. എൻ്റെ അമ്മ വീട്ടുകാരെല്ലാം പാർട്ടി പ്രവർത്തകരായിരുന്നു. VS ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുമ്പോൾ എൻ്റെ വലിയമ്മ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗമാണ് 64 കാലഘട്ടത്തിൽ. പിന്നെ തുടർന്ന് പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പിന്നെ പത്തനംതിട്ട ജില്ലയിലെ എൻ്റെ കാര്യം അറിയാമല്ലോ, അങ്ങനെ പാർട്ടി രംഗത്ത് വന്നപ്പോൾ ഈ ബന്ധം PS ഒരു വലിയ VS എന്ന് പറയുന്ന രണ്ടക്ഷരം ലോകമെമ്പാടുമുള്ള ആളുകൾ VSനെ അറിയുന്ന ആളാണ്. തൊഴിലാളി വർഗ പ്രസ്ഥാനം പടുത്തുയർത്തുവാൻ വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ഉത്തമനായ കമ്മ്യൂണിസ്റ്റുകാരൻ. മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് SRCP-യുടെ പോലീസ് കളഞ്ഞിട്ട് പോയപ്പോൾ പിന്നെ എങ്ങനെയോ ജീവൻ തുടിക്കുന്നു എന്ന് കണ്ട് ആരോ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് കൂടിയാണല്ലോ. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അതിലുപരി ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ വി എസിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു ഘടകം എന്താണ്? VS ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്നു. അതിൽ നിന്നാണ് VS പിന്നൊരു ഭരണാധികാരിയായി മാറുന്നത്. ഒരുപാട് അനുഭവങ്ങളും ത്യാഗങ്ങളും സഹിച്ചു വന്ന് ആ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൽ കൂടി വന്നപ്പോൾ ഈ ഭരണം എങ്ങനെ കൈകാര്യം ചെയ്യണം, ജനങ്ങളുടെ വിഷയങ്ങൾ അത് നന്നായി പഠിച്ചു അവതരിപ്പിക്കുവാനും നടപ്പാക്കാനും VSന് കഴിയും. വനിതകളെ ഉപദ്രവിക്കുന്നവരെ കയ്യാമം വെച്ച് നടത്തും എന്ന് VS പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിലെ വനിതകളെ കാലത്ത് എങ്ങനെയാണ് ഉൾക്കൊണ്ടിരുന്നത്, ഓർക്കുന്നുണ്ടോ? കേരളത്തിലെ വനിതകൾ അത് നല്ല രീതിയിൽ തന്നെയാണ് നിലപാടെടുത്ത് മുന്നോട്ട് പോയത്. VS ആ കാര്യത്തിലൊക്കെ കർക്കശ നിലപാടെടുക്കുന്ന ആളാണ്. എപ്പോഴെങ്കിലും അദ്ദേഹമായിട്ട് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരമുണ്ട്, ഓർക്കുന്നുണ്ടോ? ഒരുപാട് അവസരങ്ങൾ VS പത്തനംതിട്ട വന്നാൽ എൻ്റെ വീട്ടിൽ വരാറുണ്ട്. ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കുടുംബവുമായിട്ട് നല്ല ബന്ധമുണ്ട്. വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടേ പോവുകയുള്ളൂ? വീട്ടിൽ വരുമ്പോൾ എന്താ കൊടുക്കാറ്, എന്ത് കഴിക്കാനാണ് കൊടുക്കാറ്? ഒരു പ്രാവശ്യം വന്നപ്പം ഭക്ഷണം ഉച്ചയ്ക്ക് വീട്ടിലായിരുന്നു ഭക്ഷണം കൊടുത്തത്. പ്രസാദിൻ്റെ രക്തസാക്ഷി ദിനവുമായി വന്നു. പിന്നെ എൻ്റെ അമ്മ മരിച്ചപ്പം വന്നു. പിന്നെ അല്ലാതെ വരുമ്പോഴും ഒക്കെ VS അങ്ങനെ ഒരു ഭക്ഷണം അങ്ങനെ ഓരോ സമയത്ത് ഉച്ചയ്ക്ക് മാത്രം ഭക്ഷണം ചോറുണ്ണുള്ളൂ. പിന്നെ വരുമ്പം കരിക്കും വെള്ളമോ എന്തെങ്കിലുമൊക്കെ ഒരു മക്ക സ്ഥാനത്ത് കണ്ടിരുന്നു തന്നെ. കൃഷിയെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു VS അച്യുതാനന്ദൻ. പ്രത്യേകിച്ചും നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ VS പ്രത്യേക താല്പര്യം തന്നെ എടുത്തിരുന്നു. ഒരുപക്ഷെ കേരളത്തിൽ ഇപ്പോഴും പലയിടങ്ങളിലും നെൽകൃഷി തുടരുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം VS എന്ന് തന്നെ പറയാം. ഇപ്പോൾ കൊടുമൺ റൈസ്, അത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒന്നാണ്. പത്തനംതിട്ട ജില്ലയിലാണ് കൊടുമൺ റൈസ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്നുള്ള CPIM നേതാക്കൾ തന്നെ നമ്മോടൊപ്പമുണ്ട്. എങ്ങനെയാണ് അദ്ദേഹം അക്കാര്യത്തിലൊക്കെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിരുന്നു അല്ലേ? ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ കൊടുമൺ പ്രദേശത്തെ കർഷകരും ഇടതുപക്ഷ അനുഭാവികളും പ്രവർത്തകരുമാണ്. ഇന്ന് കേരളത്തിൽ അവശേഷിക്കുന്ന നെൽവയലുകൾ സംരക്ഷിക്കുന്നതിൽ, അത് നിലനിർത്തുന്നതിൽ കേരളത്തിൽ ഏക ശബ്ദം ഉണ്ടായത് VSൽ കൂടിയാണ്. നെൽവയലുകൾ നിലനിർത്തണം, നെൽവയലുകൾ അവശേഷിക്കുന്നത് നിലനിർത്തണം, അതിനിയും രൂപാന്തരപ്പെടുത്താൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കേരളത്തിൽ നിലപാട് സ്വീകരിച്ച രാഷ്ട്രീയ നേതാക്കളിലും ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ആൾ VS ആണ്. ആ സമയങ്ങളിൽ VSന് നേരെ നടന്നിട്ടുള്ള ഒട്ടേറെ അപവാദ പ്രചരണങ്ങളുണ്ട്. വെട്ടിനിരത്തൽ സമരം എന്നെല്ലാം പറഞ്ഞ് അന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും അല്ലാതെയും എല്ലാം നടത്തിയ ആ പ്രചാരവേലകളെ അതിജീവിച്ചുകൊണ്ടാണ് VS നെൽവയൽ സംരക്ഷണ നിയമം കേരളത്തിൽ നടപ്പാക്കുന്നതിന് വേണ്ടി നടത്തിയ പോരാട്ടം
അത് നിയമപരമായി അംഗീകരിക്കുന്നതിനും അന്ന് സാധിച്ചത്. VS നടത്തിയ ആഹ്വാനത്തിൽ കൂടിയാണ് ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ കുടുമൺ പ്രദേശത്ത്, പറക്കോട് ബ്ലോക്ക് പ്രദേശത്ത്, അപ്പർ കുട്ടനാടിൻ്റെ ആ പ്രദേശങ്ങളിൽ നിലവിലുള്ള തരിച്ചു കിടന്ന നെൽവയലുകളിൽ കൃഷി ഇറക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ കൃഷി ഇറക്കിയ ഞങ്ങൾ ആ നെൽവയലുകളിൽ നല്ല വിളവ് ഉണ്ടാക്കിയെടുക്കുന്നതിന് കഴിഞ്ഞു. അപ്പോൾ VSൻ്റെ കൂടി നിർദ്ദേശപ്രകാരം VS ഞങ്ങളെ ആ സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ തന്നെ വിളിക്കുകയുണ്ടായി. ഞാനും സഖാവ് കോമളം അനിരുദ്ധൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ആ സമയത്ത് VSൻ്റെ വീട്ടിലെത്തി. അപ്പോൾ VS പറഞ്ഞു, നിങ്ങൾ നെൽകൃഷി വ്യാപിപ്പിക്കണം, നെൽകൃഷി മുന്നോട്ട് കൊണ്ടുപോകണം, അങ്ങനെ നെൽകൃഷി ചെയ്യുന്ന കർഷകരെ നിങ്ങൾ സംരക്ഷിക്കണം, വിളവുണ്ടായാൽ ആ കർഷകരിൽ നിന്നും നെല്ല് ശേഖരിച്ച് എടുക്കുക, നിങ്ങൾ ആ നെല്ല് പുഴുങ്ങിക്കുത്തി അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അത് കർഷകരുടെ താൽപ്പര്യത്തിന് വേണ്ടി വിനിയോഗിക്കുന്നതിന് കഴിയണം. യഥാസമയം കർഷകർക്ക് ആ നെല്ലിൻ്റെ വില നൽകണമെന്നുള്ള VSൻ്റെ നിർദ്ദേശം യഥാസമയം ഞങ്ങൾ നടപ്പിലാക്കി. 2018 മുതൽ ഞങ്ങൾ ആരംഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംരംഭമാണ് കുടുമൺ ഫാർമേഴ്സ് സൊസൈറ്റിയും ഇപ്പോൾ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയായി മാറിയ കുടുമൺ റൈസും അതുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളും. അന്ന് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പർ കൂടിയായിരുന്ന അഡ്വക്കേറ്റ് RB രാജീവ് കുമാർ ബ്ലോക്ക് പഞ്ചായത്തിന് ചുമതലക്കാരനും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ ചുമതലക്കാരനുമായിരുന്നപ്പോൾ നെൽകൃഷി മേഖലയിൽ ആവശ്യമായ ഫണ്ട് വിനിയോഗിക്കുന്നതിന് വേണ്ടി വകയിരുത്തിയ തുക കൂടി ഉപയോഗിച്ചാണ് കുടുമൺ റൈസ് എന്ന നിലയിൽ ഞങ്ങൾ നെല്ല് മൂല്യവർദ്ധിത ഉൽപ്പന്നമായി നല്ല ആരോഗ്യകരമാകുന്ന നിലയിലേക്ക് നല്ല അരി ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രവർത്തനം ആരംഭിച്ചത്. ഇന്നിപ്പോൾ അത് പത്തനംതിട്ട ജില്ലയിൽ മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിൽ ഹോർട്ടികോർപ്പിൻ്റെ 7 ഡിപ്പോകളിൽ, അതേപോലെ വിവിധങ്ങളായ ഈ സംസ്ഥാനത്തെ ജില്ലകളിൽ കുടുമൺ റൈസ് നല്ല പ്രചാരത്തിൽ വന്നിട്ടുണ്ട്. ഇതിനാവശ്യമായ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുത്തു. വിനീത, ഇപ്പോഴും തിരുവനന്തപുരത്തെ വേലിക്കകത്ത് ആ വീട്ടിലേക്ക് ഇപ്പോഴും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. VS അച്യുതാനന്ദൻ പലപ്പോഴും ചിലരുടെയൊക്കെ സാധാരണക്കാരുടെയൊക്കെ വീടുകളിൽ ചെല്ലാറുണ്ട്. അങ്ങനെയുള്ള അനുഭവം കൂടി നമുക്ക് കേൾക്കാം. ഇപ്പോൾ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ നേതാവായിട്ടുള്ള കോമളം അനിരുദ്ധനാണുള്ളത്. പത്തനംതിട്ടയിലാണ് വീട്. പലപ്പോഴും പത്തനംതിട്ട ജില്ലയിൽ VS അച്യുതാനന്ദൻ വരുമ്പോൾ കോമളം അനിരുദ്ധൻ്റെ വീട്ടിൽ കയറിയിട്ടേ പോകാറുള്ളൂ. എങ്ങനെയാണ് ആ ഒരു അനുഭവമൊക്കെ? എങ്ങനെയാണ് അദ്ദേഹം വീട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തെ കാണാൻ ഒരുപാട് ആളുകൾ വരാറുണ്ട്. അപ്പം കയറി വരും. അവരോടെല്ലാം നല്ല ചില ആളുകൾക്ക് നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറയും. അതെല്ലാം VS നല്ല മനസ്സോടുകൂടി. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ട് അദ്ദേഹം പോകാറുള്ളൂ. ഭക്ഷണം VS അങ്ങനെ ക്രമം തെറ്റിയൊന്നും ഭക്ഷണം കഴിക്കുന്ന ആളൊന്നുമല്ല. ജീവിതത്തിൽ നല്ല ചിട്ടയും ഭക്ഷണ കാര്യങ്ങളിലെല്ലാം നല്ല ക്രമീകരണങ്ങളും ഒക്കെ ഉള്ളതാണ്. ഉച്ചയ്ക്ക് വന്ന ദിവസം മാത്രമാണ് ഭക്ഷണം കഴിച്ചത്. അല്ലാതെ വരുമ്പോൾ കരിക്കും വെള്ളം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളം, അല്ലാതെ വേറെ ഒന്നും കഴിക്കത്തില്ല. മാഡത്തിന് VS എന്ന രാഷ്ട്രീയ നേതാവിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഘടകം എന്തായിരുന്നു നേതൃഗുണങ്ങളിൽ? VSന് എല്ലാ നേതൃഗുണങ്ങളും ഉള്ള ആളാണ്. അതിനകത്ത് പ്രത്യേകമായിട്ട് എടുത്ത് പറയാനല്ല, എല്ലാ നേതൃഗുണങ്ങളും ഉള്ള ഒരു ആളാണല്ലോ. അതാണല്ലോ അദ്ദേഹത്തെ കാണാൻ എല്ലാവരും ഈ സമൂഹത്തിൽ, ലോകത്തിലുള്ള എല്ലാ മലയാളികളും വിദേശത്തുള്ള രാഷ്ട്രീയ നേതാക്കളും എല്ലാം VSൻ്റെ മരണവാർത്ത ഒരു ഞെട്ടലോടുകൂടിയാണ് കാണുന്നത്. വിനീത, ഈ കൃഷിയെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് കൂടിയായിരുന്നു VS അച്യുതാനന്ദൻ. പ്രത്യേകിച്ചും നെൽകൃഷി കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നതിൽ അദ്ദേഹം വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കുടുമൺ റൈസ് എന്നുള്ളത് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ബ്രാൻഡാണ് കുടുമൺ റൈസ്. അതിന് തുടക്കമിടാൻ കാരണം തന്നെ കൊടുമണ്ണിന് VSനെ മറക്കാൻ വേണ്ടി കഴിയില്ല. കാരണം കൊടുമണ്ണ് പെട്ടെന്ന് മലയോര മേഖലയാണ്, കൊടുമൺ പ്ലാന്റേഷനാണ് അറിയപ്പെടുന്നത്. പക്ഷെ ഇന്ന് കൊടുമൺ അറിയപ്പെടുന്നത് കൊടുമൺ റൈസ് എന്ന നാമധേയത്തിലാണ്. അവിടെ അങ്ങനൊരു പദ്ധതി തുടങ്ങാൻ കാരണം തന്നെ VSൻ്റെ ഒരു പ്രോത്സാഹനമാണ്.
തീർച്ചയായിട്ടും ഒരു മലയോര മേഖലയിലെ പാടശേഖരങ്ങൾ സംരക്ഷിക്കപ്പെടുക, അത് വി എസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ്. വി എസ് ഒരുപാട് പേരുദോഷങ്ങൾ, കാരണം കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന സമാനതകളില്ലാത്ത നെൽവയൽ സംരക്ഷണ സമരങ്ങൾ, അതിനൊക്കെ ഈ സംരക്ഷണത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കുമ്പോൾ സഖാവ് വി എസിനെ വെട്ടിനിരത്തൽ സമരനായകൻ എന്ന് അധിക്ഷേപിച്ചവരുണ്ട്. പക്ഷെ നമ്മൾ ഇന്നൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, ഇപ്പം 2025 വി എസ് നമ്മളെ വേർപെട്ടു. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ ഈ മലയോര മേഖലകൾ ഉൾപ്പെടെ പല മേഖലകളിലും പാടശേഖരങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ, പാടശേഖരങ്ങളിൽ നെൽകൃഷി നടക്കുന്നുണ്ടെങ്കിൽ അത് വി എസ് എന്ന് പറയുന്ന കേരളത്തിൻ്റെ ചരിത്രം ഉൾക്കൊള്ളുന്ന സമരനായകൻ്റെ കയ്യൊപ്പിൻ്റെ ഭാഗമാണ്. വി എസ് എടുത്തിട്ടുള്ള നിലപാടുകൾ, അത് കാർഷിക മേഖലയിലായാലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ എടുത്തിട്ടുള്ള നിലപാടിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും വ്യതിചലിക്കുവാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചിട്ടില്ല. അതാണ് വി എസ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഈ ലോകത്തിലെ മലയാളികൾക്ക്, രാജ്യമാകെയുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒക്കെ വലിയ മാതൃകയാണ് എന്നും ഓർമ്മിക്കപ്പെടുന്ന വലിയൊരു സമരത്തിൻ്റെ ഒരു സൂര്യ തേജസ്സാണ് സഖാവ് വി എസ്.